സുവിശേഷത്തിൻ ദീപവെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. എല്ലാവരെയും സ്നേഹപൂർവം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 3 വലിയ ദൈവീക പുണ്യങ്ങൾ: വിശ്വാസം, ശരണം, സ്നേഹം. കത്തോലിക്ക സഭ നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഈ ദൈവീക പുണ്യങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ബൈബിളിലും നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, വിശ്വാസം, ശരണം, സ്നേഹം എന്നിവ 3 നിലനിൽക്കുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ഈ 3 പുണ്യങ്ങളിലാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പ്. അല്ലെങ്കിൽ ഈ 3 പുണ്യങ്ങളുടെ വളർച്ചയാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ ജപമാല പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവത്തോടും പുത്രനായ ഈശോയോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും നമ്മൾ ഈ 3 പുണ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് യാചിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ഈ 3 പുണ്യങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്. നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഈ 3 പുണ്യങ്ങളിലൂടെ എനിക്ക് എങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തെ ഇനിയും ഉയർച്ചയിലേക്ക് നയിക്കാനാകും. ദൈവിക പുണ്യങ്ങളിലെ വിശ്വാസം എന്ന പുണ്യത്തെ ചിന്തിക്കുമ്പോൾ ഹെബ്രായർ 11:1 വിശ്വാസത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രബോധനം വചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ഒരു ബോധ്യവുമാണ്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഞാൻ കാണപ്പെടാത്തവയെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു ആത്മീയ ഉറപ്പാണ് ശരിക്കും. അപ്പോൾ വിശ്വാസം എന്നുള്ളത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്ന ഒരു ജീവിതശൈലിയാണ്. രക്തസാകാരശ്രീയിലെ സംബോധന നമ്മൾ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു എന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്നുള്ള കാണപ്പെടാത്ത വിശ്വാസമാണ് അവളെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് യേശു പോകുന്നത് കേട്ടപ്പോൾ അവനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു, അല്ലെ വിചാരിച്ചിരുന്നു. ആ വിചാരമാണ് അവൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ വിശ്വാസം എന്നത് ഒരു ആത്മസമർപ്പണമാണ്. ഞാൻ എന്തിൽ വിശ്വസിക്കുന്നുവോ അത് സ്വന്തമാക്കുന്നതാണ് വിശ്വാസം. ഞാൻ ആരിൽ വിശ്വസിക്കുന്നുവോ ആ വ്യക്തിയായിട്ട് അതായത് അനുരൂപമാക്കുന്നതാണ് ഒരു വിശ്വാസ ശൈലി എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ ഞാൻ സ്വന്തമാക്കണം. യേശുവിനെ പോലെ ഞാൻ ജീവിക്കുന്ന ജീവിത രീതി രൂപാന്തരപ്പെടുത്തണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മറ്റൊരു ക്രിസ്തുവായി ഞാൻ ജീവിക്കാൻ പരിശ്രമിക്കണം. അതാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വസിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഈ ക്രിസ്തു എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ വ്യക്തമായിട്ട് അറിയാൻ കഴിവുള്ളവനാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം പറയുകയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ സ്നേഹം നിറച്ചു വച്ചിട്ടുണ്ട്. അത് ഈ പ്രത്യാശയിൽ അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ യേശു നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്നുള്ള പ്രത്യാശ ഉടലെടുക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് യേശുവിനെ കൂടുതൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുക. ഞാൻ ഓർക്കുകയാണ്, യേശുവിൻ്റെ പീഡാസഹന വേളയിലൊക്കെ യേശു കുരിശും ചുമന്നിട്ട് പോകുമ്പോൾ ഒരു നിരാശയുടെ ഒരു മുഖഭാവം പോലും യേശുവിനില്ല. ശാരീരികമായിട്ടുള്ള വേദന ഉണ്ട്, പക്ഷേ നിരാശയില്ല. ഇപ്പം ശിമയോൻ വന്നിട്ട് യേശുവിനെ സഹായിക്കാൻ വരുന്നു, വെറോനിക്ക വന്ന് മുഖത്ത് ഒപ്പി ആശ്വസിപ്പിക്കുന്നു. ആ കിട്ടിയ ഒരു അവസരത്തിൽ യേശു ചെയ്യുന്നത് എന്താ? ഓസ്ട്രേലിയൻ സ്ത്രീകളിൽ പോയിട്ട് ആശ്വസിപ്പിക്കുക. അവർ ചെറിയ നിമിഷം യേശുവിന് കിട്ടിയത് യേശു വേസ്റ്റാക്കുന്നില്ല. എന്നാൽ യേശു നല്ല പ്രത്യാശയാണ് സ്വർഗത്തെക്കുറിച്ച്. ആ ഒരു പ്രത്യാശയിലാണ് കാൽവരിയിലേക്ക് യേശു പോകുന്നത്. അതുപോലെ തന്നെ സ്തേഫാനോസിൻ്റെ കാര്യം എടുത്താൽ, സ്തേഫാനോസ് നല്ലൊരു തീപ്പൊരിയായിട്ടുള്ളൊരു ശിഷ്യനായിരുന്നു. ആ വിശുദ്ധൻ്റെ, ആ സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ അന്ത്യനിമിഷത്തിലും ഈ സ്വർഗത്തിൻ്റെ പ്രത്യാശയാണ് ആ ശത്രുക്കളോട് ക്ഷമിക്കുവാനൊക്കെ സ്തേഫാനോസിനെ പ്രേരിപ്പിക്കുന്നത്. റൂബൻ ചേട്ടൻ പറഞ്ഞ് നിർത്തിയെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ പീഡാസഹന സമയത്തും പ്രത്യാശയോടുകൂടി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഈശോയുടെ യാത്ര, സ്റ്റെഫാനോസിൻ്റെ കാര്യം പറഞ്ഞതിലും ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് ഈശോയ്ക്കും ഈശോയുടെ മനുഷ്യാവതാര സമയത്ത് ഈശോയുടെ മനുഷ്യനായിട്ടുള്ള ഈ ജീവിതകാല സമയത്തും പീഡാസഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും സ്റ്റെഫാനോസിൻ്റെ പീഡാസഹനത്തിൻ്റെ സമയത്തും ആഴമേറിയ വിശ്വാസത്തിലും പ്രത്യാശയിലുമൊക്കെ നിൽക്കാൻ സാധിക്കുന്നത് അവർ പൂർണ്ണമായിട്ടും ദൈവസ്നേഹത്താൽ നിറഞ്ഞ വ്യക്തികളായിരുന്നു. ഇപ്പോൾ നമ്മളെ വചനത്തിൽ കാണപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആഴമേറിയ വിശ്വാസത്തിലും ആഴമേറിയ പ്രത്യാശയിലും നമ്മൾ വ്യാപരിക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ ആഴമേറിയ ഒരു ദൈവസ്നേഹം തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പം ഈ ദൈവസ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുന്നുവോ അത്രമാത്രം ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ മാമോദീസ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നു. സ്ഥൈര്യലേപന സമയത്ത് നമ്മൾ പരിശുദ്ധാത്മൻ്റെ അഭിഷേകം നമ്മളിൽ ഉണ്ട് സജീവമായിട്ട്. പിന്നെ ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ വിശുദ്ധ കുമ്പസാരത്തിലും ഓരോ ദിവസം വചനം വായിക്കുമ്പോഴും ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിൽ വർദ്ധിക്കുകയും അങ്ങനെ ദൈവസ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഓരോ കൂദാശ സ്വീകരണ സമയത്തും, അത് വിശുദ്ധ കുമ്പസാരത്തിലും വിശുദ്ധ കുർബാനയിലും ദൈവവചന പാരായണത്തിലും നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലുമെല്ലാം ദൈവമേ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എന്നിൽ ജ്വലിച്ച് ദൈവസ്നേഹമാകുന്ന അഗ്നിയിൽ ആഴപ്പെടാനുള്ള അഭിഷേകം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൊരു ആത്മീയ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കണം. കർത്താവ് വ്യക്തമായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അപ്പോൾ ദൈവസ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ഓരോ ദിവസവും നമുക്ക് പുതിയ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഞാൻ എന്തുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ മനസ്സിലേക്കുള്ള ഏറ്റവും വലിയ ഒരു
മനോഹരമായ എൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 15-17 വചനമാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫല. ഞാൻ യേശുവിനെ വിശ്വസിക്കാൻ കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വിശ്വാസ വെളിച്ചെന്ന ചാക്രിക ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് നിർവചനം ലോകത്തിലെ എല്ലാ മക്കളെയും പഠിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പ ഇങ്ങനെ പറയുക, യേശുവിനെ വെറുതെ ഉറ്റുനോക്കലല്ല വിശ്വാസം, മറിച്ച് യേശു സ്വന്തം കണ്ണുകളാൽ കാണുന്നത് പോലെ എല്ലാം ദർശിക്കുന്നതാണത്. അവിടുത്തെ കാഴ്ചപ്പാടിലുള്ള പങ്കുപറ്റലാണ് വിശ്വാസം. അപ്പോൾ യേശു കണ്ട ആ കാഴ്ചപ്പാട് ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ ഞാൻ യഥാർത്ഥമായ ഒരു യേശു വിശ്വാസമായി മാറി. യേശുവിൻ്റെ അതേ കാഴ്ചപ്പാട് എൻ്റെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തുന്നുണ്ട്. അവിടെയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢതയിരിക്കുന്നത്. യേശു കാണുന്നത് പോലെ കാണുവാനും യേശു ചിന്തിച്ച മനോഭാവങ്ങൾ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരം പ്രാപിക്കല്ലേ. അവിടെ എൻ്റെ സംസാരം, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ നടപ്പ്, എൻ്റെ ഇരിപ്പ് എല്ലാം മറ്റുള്ളവർക്ക് യേശുവിൽ വിശ്വസിക്കുവാനുള്ള ഒരു പ്രചോദനമായി ഞാൻ മാറുമ്പോഴോ ഞാൻ യഥാർത്ഥമായ യേശു വിശ്വാസിയെ തീരുകയുള്ളൂ. ശരിയാണ്, വളരെ ശരിയാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മൾ പ്രത്യാശയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാനയായിട്ട് അലിഞ്ഞു ചേരുന്നത്. വിശുദ്ധ കുർബാനയായിട്ട് അലിഞ്ഞു ചേർന്ന ക്രിസ്തുവിൽ എല്ലാം ഉണ്ട്, ഒന്നും മാറ്റിവെച്ചിട്ടല്ല നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ അലിഞ്ഞു ചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം പുറത്തേക്ക് നമ്മളിലൂടെ വരണം. അപ്പോൾ ഇതാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയ സുവിശേഷം. അതരം കൊണ്ട് പറയുന്ന വാക്കുകളേക്കാൾ അപ്പുറമായിട്ട് ജീവിതത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന വലിയൊരു സന്ദേശമാണ് ഏറ്റവും വലിയ സുവിശേഷം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിശുദ്ധരൊക്കെ കാണിച്ചെന്ന പാത ഇതാ. അവർ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവരുടെ പഴയ ജീവിത രീതിയുടെ പല മേഖലകളും വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അതേവരെ അവർ മുറുകിപ്പെട്ടിരുന്ന പല സമ്പത്ത് എന്ന് കരുതുന്നതൊക്കെ, വിലപ്പെട്ടതെന്ന് കരുതുന്നതൊക്കെ അവർ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് ശൂന്യവൽക്കരിച്ചു. ചെറുതാകാൻ നോക്കിയപ്പോൾ അവരിൽ ക്രിസ്തു വലുതായി. ഈ ഒരു മാറ്റം, ഈ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഒരു മാറ്റമാണ് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാകണം, ദൈവസ്നേഹം നമ്മളിലുണ്ടാകണം, വിശ്വാസം നമ്മളിലുണ്ടാകണം. പക്ഷേ ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലേക്കും അത് വരണം. ഇപ്പം അസിസിയിലെ ഫ്രാൻസിസൊക്കെ സമ്പന്നനായിരുന്നു എന്ന് പറയുന്ന ചരിത്രം. ആ സമ്പന്നത വലിച്ചെറിഞ്ഞ് കളഞ്ഞു തന്ന ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ആ ഒരു വലിച്ചെറിയൽ നമ്മുടെ ജീവിതത്തിൽ, അതായത് ഒരു നമ്മൾ വചനം വായിക്കുന്നുണ്ടല്ലോ, ബലം പ്രയോഗിച്ചാണ് സ്വർഗരാജ്യം നേടിയെടുക്കുക. അപ്പോൾ ആ ഒരു ബലപ്രയോഗം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നിടത്തേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കും. ഈശോ തന്നെ പറഞ്ഞു, യോഹന്നാൻ 12:24 പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഇതുപോലെ ഓരോ ഗോതമ്പ് മണികളാകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളിയായാലും, ഭാര്യയായാലും, ഭർത്താവായാലും, മക്കളായാലും നമ്മളെല്ലാവരും ഓരോ ഗോതമ്പ് മണികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ഈശോ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്ന കാര്യമാണ്. യോഹന്നാൻ 13-ാം അധ്യായത്തിൽ ഈശോ പാദങ്ങൾ കഴുകുന്നത്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ആ പാദങ്ങളെല്ലാം കഴുകിയതിന് ശേഷം മേലങ്കി ധരിച്ച് സ്വസ്ഥാനം തിരുന്ന് എന്നൊരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. എന്നിട്ട് ഈശോ പറയാണ്, കർത്താവും ഗുരുവുമായ ഞാനിത് ചെയ്തെങ്കിൽ, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം അത് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസവും പ്രത്യാശയും എല്ലാം നമ്മളുടെ നിത്യജീവിതത്തിലേക്ക്, പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതെല്ലാം വന്നു ചേരുന്നതും ഈ സ്നേഹത്തിലേക്കാണ്. അവിടെ ഈശോ പറയാണ്, അതായത് ദർ ഇസ് നോ ലവ് വിത്തൗട്ട് സാക്രിഫൈസ്. ബലിയർപ്പണമില്ലാതെ ഒരു സ്നേഹം ഈ ഭൂമിയിലില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, നമ്മുടെ കൊച്ചു കുടുംബം, ഗാർഹിക സഭ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം,
നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പൂർത്തീകരണം, ഒരു പ്രത്യാശ ജീവിതത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ ഈ ബലിയർപ്പണം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം അല്ലേ? നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്നാൽ മാത്രം പോരാ, നമ്മൾ ആ ബലിയർപ്പണം, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഭർത്താവ് തയ്യാറാകണം, ഭർത്താവിന് വേണ്ടി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ ഭാര്യ തയ്യാറാകണം, അപ്പനും അമ്മയ്ക്കും വേണ്ടി മക്കൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം. ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അവിടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഞാനൊരു ബലിയായി തീർന്ന് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണാൻ സാധിക്കും. വിശ്വാസ ജീവിതത്തിൻ്റെ വലിയ ഉദാഹരണം, പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിന് വലിയ ഉദാഹരണം, സ്നേഹം നിറഞ്ഞ ഒരു വലിയ കുടുംബം. ആ കുടുംബം മലമുകളിൽ പ്രകാശിക്കുന്നതായിരിക്കും തിരുക്കുടുംബം പോലെ. മറ്റുള്ളവർ നിങ്ങൾ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന വചനത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ആൻസിമത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ ചെന്നെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും പൂർത്തീകരണം എവിടെ ഇരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ 12:2 വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടുവാനായിട്ട്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഓട്ടം യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് യഥാർത്ഥമായ വിശ്വാസ തീക്ഷ്ണത ലഭിക്കുകയുള്ളൂ. അത് പത്രോസിലേക്ക് ലഭിച്ച വിശ്വാസ തീക്ഷ്ണത, പൗലോസിലേക്ക്, പൗലോസ് രൂപാന്തരം പ്രാപിച്ചപ്പോൾ കിട്ടിയ വിശ്വാസ തീക്ഷ്ണത കർത്താവിനെ കണ്ടുകൊണ്ട് ഓടിയപ്പോഴാണ്. ഇന്ന് നമ്മുടെ ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണോ? എല്ലാ ദിവസവും ജപമാല എത്തിക്കുന്നതാണോ? ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു മാനദണ്ഡം? അതല്ല. വിശ്വാസത്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പാപരഹിതമായ ജീവിതം നയിക്കുന്നുണ്ടോ അവിടെ അവൻ വിശ്വാസിയായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കുള്ളൂ. എനിക്ക് നമുക്ക് പറയാം, പാപം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസ്നേഹ ലംഘനമാണ് പാപം. അപ്പോൾ ഞാൻ കർത്താവിന് കൂടെ ആയിരിക്കുമ്പോൾ, സ്നേഹത്തിലായിരിക്കുമ്പോൾ, പ്രത്യാശയിലായിരിക്കുമ്പോൾ, ശരണപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഞാൻ യഥാർത്ഥമായ ഒരു വിശ്വാസിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് പലരും ദൈവത്തിൽ, യേശുവിനെ വിശ്വസിക്കുന്നത് കാര്യം നേടാൻ വേണ്ടിയാണ്. എൻ്റെ കാര്യപ്രാപ്തിക്ക് വേണ്ടി, കാര്യം നേടാൻ വേണ്ടി യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തിനെ ഒരു ഉപകരണമാക്കി വെച്ചിരിക്കുക. അതിനേക്കാൾ ഉപരി യേശുവിനെ കണ്ടുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ രക്ഷകൻ, എൻ്റെ നാഥൻ യേശു ക്രിസ്തുവാണെന്നുള്ള വലിയ വിശ്വാസത്തോടെ, വലിയ പ്രത്യാശയോടെ, ആഴമായ സ്നേഹത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണതയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ശരിയാണ്. ഞാൻ ഓർക്കുകയാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വിചാരമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാലേ ക്രിസ്തുവിനെ അറിയാൻ പറ്റുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടാലേ ഇത് കർത്താവിന് അറിയുള്ളൂ. ആ ഒരു അവസ്ഥയിൽ എൻ്റെ ജീവിതം പോയി. ദൈവിക പദ്ധതിയാൽ ഞാൻ ഈ മരുഭൂമിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് ഇതാണ്: ഞാൻ പറഞ്ഞില്ലെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വം എന്തെന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലും എൻ്റെ ഈശോയ്ക്ക് അറിയാം. അപ്പോൾ ആ ഒരു അറിവ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു സങ്കടം കടന്നു വരുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് അറിയുന്നൊരു ദൈവമാണ്. അങ്ങനെ ഒരു അറിവിൽ നിന്നാണ് എൻ്റെ പ്രത്യാശ കൂടുതൽ വളരാനായിട്ട് ഇടയായത്. ഈ ഒരു അറിവിൽ പ്രത്യാശ വളരാൻ ഇടയായി എന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് ഈ സ്വാർത്ഥതകൾ കുറയാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തെ ഇതുപോലെ അറിയുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ തെറ്റ് ചെയ്യാൻ മടിക്കാൻ തുടങ്ങി. ഈ മരുഭൂമിയിൽ ഞാൻ വ്യക്തമായിട്ട് അറിയുകയാണ്, ഞാൻ പോലും ചിന്തിക്കാതെ അറിയാതെ പല ദുശീലങ്ങളും ഇതിൽ നിന്ന് വിട്ടുമാറിപ്പോയി. അതിന് ഏറ്റവും വലിയ ഉപകാരമായിട്ട് മാറിയത് സഹനമാണ്. ഞാൻ ഈ മരുഭൂമിയിൽ വെച്ച് ഞാൻ തിരിച്ചറിയുന്നു, സഹനം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സ്നേഹപ്രവൃത്തിയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പാതയിലേക്ക്
എന്നെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ ഒരു സഹനത്തിൻ്റെ ഈ ഒരു തിരിച്ചുവരവും ഈ ഒരു ദൈവിക പ്രവൃത്തി നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും. ഇപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു വിശ്വാസം എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നിൽ നിന്ന് കിട്ടണം. ജീവിത പങ്കാളിക്ക് എന്നെ ആഴമായിട്ട് വിശ്വസിക്കാൻ സാധിക്കണം. എനിക്ക് എൻ്റെ ജീവിത പങ്കാളി എനിക്ക് സ്നേഹിക്കാൻ സാധിക്കണം. എൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കണം. ഈ ഒരു ദൈവിക പ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ ആരംഭിക്കണം. അപ്പോൾ അവിടെ ഞാനൊരു സുവിശേഷമായിട്ട് മാറും. എന്നിലുള്ള ദൈവസ്നേഹത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് എനിക്ക് എത്രമാത്രം ആഴത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഞാൻ എത്ര വലിയ വിശുദ്ധ ജീവിതം നയിച്ചാലും, അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് 1 കൊരിന്ത്യർ 12, നിനക്ക് എല്ലാ വരങ്ങളുണ്ടായാലും നീ ദഹിപ്പിക്കാൻ നിൻ്റെ ശരീരം വിട്ടുകൊടുത്താലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് ഒത്തിരി ബാഹ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് ചുറ്റും പല പല മതിലുകൾ ഇങ്ങനെ സൃഷ്ടിച്ചു വയ്ക്കും. ചില ആളുകളോട് ഞാൻ മിണ്ടില്ല, ചില ആളുകളോട് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ചിലപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ നമ്മൾ പലർക്കും മാർക്കിടും. അയാളുടെ അടുത്ത് പോകണ്ട, അയാൾ മദ്യപാനിയാണ്, ഇന്ന ആൾ ചീട്ട് കളിക്കാരനാണ്, അവനോട് ദൈവവചനം എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല, ഇന്ന ആൾ ധ്യാനത്തിന് വിളിച്ചാൽ പോവില്ല. അപ്പോൾ അവരോട് ഞാൻ മിണ്ടില്ല. അവരെ കാണുമ്പോൾ ഞാൻ മുഖം വീർപ്പിച്ച് കിടക്കും. കാരണം എന്താ? ഞാൻ വിശുദ്ധനും അവർ ഭാവിയുമാണ്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല. കർത്താവ് വ്യക്തമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നീതിമാന്മാരെ അല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നത്. കർത്താവിന് പാപികളോട് ഒത്തിരി സ്നേഹമുണ്ട്, കാരണം അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. പക്ഷേ നമുക്ക് കുറച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനുഷ്യരായ നമ്മളുടെ ഒരു അപ്രോച്ച് മാറി. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കാണുന്നത് ഞാൻ വിശുദ്ധനും മറ്റുള്ളവർ പാപികളുമാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം വരുത്തണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്. ഇപ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ സ്വന്തം സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. എല്ലാവരെയും അംഗീകരിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കാനും എനിക്ക് സാധിക്കുമ്പോഴാണ് നല്ലൊരു ആത്മീയ ജീവിതം എനിക്ക് പടുത്തുയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ ആത്മീയ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ ഞാൻ നല്ല ആഴമേറിയ വിശ്വാസിയാണ്, നല്ല ആഴമേറിയ പ്രത്യാശ എനിക്കുണ്ട്. പക്ഷെ ദൈവസ്നേഹത്തിൽ എനിക്ക് ആഴമില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അത് നമുക്ക് മനസ്സിലാവില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക്, ഇപ്പം നമ്മളൊരു വികലാംഗൻ, അതായത് 2 കാലിന് നമുക്ക് നീളക്കുറവുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നടക്കും? ചട്ടി നടക്കും, ഇല്ലേ? ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആത്മീയ ജീവിതം. അത് നമുക്ക് മനസ്സിലാവില്ല. പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അപാകതകൾ മനസ്സിലാകും. പക്ഷേ നമ്മൾ ഈ ഒരു കുറവുണ്ടെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കില്ല. അപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഞാൻ പറയും, ആരോടും എനിക്ക് ക്ഷമിക്കാനില്ല, എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. പക്ഷെ അത് ഞാൻ എന്നെ തന്നെ ഒരു ചതിക്കലാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിതുപോലെ ആത്മപരിശോധന ചെയ്യണം, ആത്മാർത്ഥമായിട്ട്. നമ്മളത് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയണം, ഈശോ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു കുറവ് നീ നികത്തണേ എന്ന് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറായാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും നമ്മൾ ചെയ്തു വരുന്നതായിട്ടുള്ള ഒരു കാര്യം, എന്നെ കാണുന്ന വ്യക്തിയുടെ മുമ്പിൽ സ്നേഹിച്ച് കാണിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എന്നെ നോക്കിക്കാണുന്ന ദൈവജനത്തിന് മുമ്പിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാഹ്യമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെ സ്വർഗം നോക്കുന്ന ഒരു സ്നേഹപ്രകടനം എന്ന് പറഞ്ഞാൽ എന്നെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്, അവനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ച വ്യക്തി പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ മാറ്റമാണ് സ്വർഗം നോക്കുന്നത്. പക്ഷേ മാനുഷികമായ ബാഹ്യചേഷ്ടകളാണ് ലോകം കാണുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നമുക്കൊരു നീതിമാനായും വിശുദ്ധനായൊക്കെ ചമയാൻ പറ്റും. പക്ഷെ സ്വർഗത്തിൻ്റെ മുമ്പിൽ യേശു ശിഷ്യരോട് ചോദിച്ചില്ലേ, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നമ്മൾ യേശുവിനോട് ചോദിക്കണം, യേശുവേ ഞാൻ ആരെന്നാണ് നീ പറയുന്നത്?
കാരണം യേശുവിൽ നിന്ന് മാത്രമേ ഒരു സത്യത്തിൻ്റെ പൂർണ്ണത, ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാനസികമായിട്ടുള്ളൊരു സ്നേഹപ്രകടനം, ഒരു ക്ഷമയുടെ രീതിയിലേക്ക് അപ്പുറമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, എന്നെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി, എന്നെ കുത്തുവാക്ക് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ബലിവേദിയിൽ ആ വ്യക്തിയെ കൊടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് വേണ്ടി കരമുയർത്തി ഒന്ന് അനുഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്നേഹത്തിൻ്റെ രമ്യതയുടെ അടയാളമായിട്ട് സ്വർഗം അത് മാനിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പൂർണ്ണത എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ യേശുവിനെ സ്വന്തമാക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ യേശുവിനെ സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം. അതിന് കൗദാശിക ജീവിതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യേശുവുമായിട്ട് ഒന്നിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുമ്പോഴെല്ലാം എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യേശു ക്രിസ്തുവുമായിട്ടൊരു കൂട്ടുകെട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ യേശുവിൻ്റെ കൺട്രോളായി കഴിയും, യേശുവിൻ്റെ കൂടെ ആയി കഴിയും. ഹെബ്രായ ലേഖനത്തിൽ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ വിശ്വാസ ജീവിതത്തെ, ഈ സ്നേഹ ജീവിതത്തെ, ഈ പ്രത്യാശ ജീവിതത്തിൻ്റെ അവസാനം വരെ മുറുകെ പിടിക്കണം. ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുവിൻ, എങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൻ പങ്കുകാരായിരിക്കുകയുള്ളൂ. അവസാനം വരെ മുറുകെ പിടിക്കാൻ സാധിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് ഞാൻ ദിവസവും എല്ലായ്പ്പോഴും യേശുവിനോട് ഹൃദയത്തിലൂടെ സംസാരിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ ഞാൻ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണം. അത് ഹൃദയത്തിലായിരിക്കണം, അത് ചിന്തയിലായിരിക്കണം. ഈ സംഭാഷണമാണ് ഈ ആധ്യാത്മിക ജീവിതത്തിൽ എന്നെ ശക്തിപ്പെടുത്തി നിലനിർത്തുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, അതുപോലെ വചനം വായിക്കുമ്പോൾ ദൈവം എന്നോടാണ് സംസാരിക്കണേ. വ്യക്തിപരമായിട്ട് ഞാനൊരു ദിവസം വചനം വായിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയാം നമ്മൾ. അപ്പോൾ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു പ്രാർത്ഥനയിലൂടെ, ദൈവം എന്നോട് സംസാരിക്കുന്ന വചനത്തിലൂടെ, വിശുദ്ധ കൂദാശയിലൂടെ ഞാനും ദൈവവുമായിട്ട്, യേശുവുമായിട്ട് ഒന്നിക്കുന്നു. ഇതാണ് ദൈവിക പുണ്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന പരമപ്രധാനമായ ചില മേഖലകൾ. സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശ അല്ലെങ്കിൽ ശരണത്തിലും പ്രത്യാശയിലും അടിയുറച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കുമ്പോൾ ഈ ലോകം ക്രിസ്തു ചിന്തിച്ച, വിഭാവനം ചെയ്ത വിശുദ്ധാത്മാക്കളുടെ ലോകമായി മാറും. ഒരു കുടുംബത്തിലെ അപ്പൻ വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെയും അമ്മ മറിയത്തെ പോലും ആകുമ്പോൾ ആ കുടുംബത്തിലെ മക്കൾ ഈശോയെ പോലെയാകും. ആ കുടുംബമാണ് സ്വർഗം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലെ സ്വർഗീയ തിരുകുടുംബം എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ ദൈവിക പുണ്യങ്ങൾ ഞാനൊരു അപ്പനാണെങ്കിൽ, ഒരു അമ്മയാണെങ്കിൽ ഞാനത് സ്വന്തമാക്കി കഴിയുമ്പോൾ എൻ്റെ മക്കളും അത് സ്വന്തമാക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം സ്വർഗതുല്യമാക്കി തീർക്കുവാനായിട്ട് ഈ ദൈവിക പുണ്യങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.